അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് പഴയ സെക്ഷൻസ് കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ പരമാവധി ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക, മനസ്സിലാവാത്ത കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്ക്. നമ്മൾ സബ്ജക്റ്റ് എന്ന് അറിയാലോ അല്ലേ, തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് ആണ്. അതിന്റെ രണ്ടാമത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ സെക്ഷനാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയാം. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയായിരുന്നു എന്താണ് സ്ട്രെസ്. ഒരു ഒബ്ജക്റ്റിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുവാണെങ്കിൽ ആ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് ഒരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് വരുവാണെങ്കിൽ ആ ബോഡിക്ക് ആ ഒരു ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം ഈ ബോഡിയിൽ റൈസ് ചെയ്യുന്ന ആ ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് എന്ത്, സ്ട്രെസ്. ഓക്കെ, ഇതേപോലെ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡിഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്ത്. അതായത് ആ ഒരു ബോഡിയുടെ ആദ്യത്തെ ലെങ്ത്തിൽ നിന്ന് എത്രമാത്രമാണ് ഒരു വർധനം അല്ലെങ്കിൽ എത്രമാത്രമാണ് ചുരുങ്ങിയത് എന്നുള്ള അതിൻ്റെ ഒരു റേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഒരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. അപ്പം ഈ ഡയഗ്രാം വരച്ചേക്കുന്നത് ഒരു മൈൽഡ് സ്റ്റീലില് അല്ലെങ്കിൽ ഒരു ഡക്റ്റൈൽ മെറ്റീരിയലില് നമ്മളൊരു ഫോഴ്സ് ആക്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ നമ്മളൊരു ലോഡിങ് കൊടുത്തതിന് ശേഷം ഏത് രീതിയിലാണ് അതിനൊരു ഡിഫോർമേഷൻ വരുന്നത് എന്ന് നമ്മൾ ഡയഗ്രമാറ്റിക്കായിട്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ലോഡ് ഡിഫ്ലക്ഷൻ ഗ്രാഫ് എന്നും പറയും. അതായത് ഇതിനകത്ത് വൈ ആക്സിസിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് സ്ട്രെസ് ആണ്, അതേപോലെ തന്നെ നമ്മൾ എക്സ് ആക്സിസിൽ രേഖപ്പെടുത്തുന്നത് സ്ട്രെയിൻ ആണ്. അപ്പോൾ സ്ട്രെയിൻ എന്താണ്, സ്ട്രെസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ. കഴിഞ്ഞ ദിവസം ക്ലാസ് കാണാത്തവരുണ്ടോ? അപ്പം ലോഡ് എന്താണ്, സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്തായിരിക്കും അതിനകത്ത് കൂടുന്നത്. ഒരു ബോഡിയിലേക്ക് നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ലോഡ് ഇൻക്രീസ് ചെയ്യണം. നമ്മൾ എഴുതിയിരിക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രെസ് ഈക്വൽ ടു പി ബൈ എ എന്ന് പറഞ്ഞില്ല. അപ്പൊ നമ്മൾ ഇതിനകത്ത് നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യണം, ഓട്ടോമാറ്റിക് ആയിട്ട് സ്ട്രെസ് ഇൻക്രീസ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ കാണുന്നത് ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ എന്തും കൂടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സ്ട്രെയിനും ഇൻക്രീസ് ചെയ്യുന്നത്. ഒരു ഡയറക്റ്റ് റിലേഷൻ അല്ലേ കാണുന്നത്. അതായത് നമ്മുടെ ഒരേ രീതിയിലാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നത്. ഇതിപ്പോ ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതും അതേ രീതിയിൽ തന്നെ അതേ സ്കെയിലിൽ തന്നെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതൊരു പർട്ടിക്കുലർ ലിമിറ്റ് വരെയാണ് നമ്മൾ ആ ഒരു ഇൻക്രീസ് ലീനിയർ ആയിട്ട് നമ്മൾ കാണുന്നില്ലേ. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു പോയിന്റ് വരെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ രണ്ട് പാരാമീറ്റേഴ്സും ഒരേ രീതിയിലാണ് വേരി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പം ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്ന ആ ഒരു ലിമിറ്റ് വരെയാണ് നമ്മൾ പ്രപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിനെ എ കൊണ്ട് ഡിനോട്ട് ചെയ്യണം. എ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ, അല്ലെങ്കിൽ നമുക്ക് ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു വേരിയേഷൻ ആണ് വരുന്നത്. അപ്പം ഈ ഒരു പോയിന്റ് എനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത്. സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ ലീനിയർ ആവുന്ന സ്ഥലത്ത്. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ബെൻഡിങ് വരുന്നുണ്ട് അല്ലെ. ഇവിടെ ഒന്ന് നോക്കി, ഈ ഒരു റിലേഷൻ ഒന്ന് മാറി ചെറിയ രീതിയിൽ അവിടെ ഒരു കർവ് പോർഷൻ പോലെ വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് തന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്, പോയിന്റ് ബി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തു. ഓക്കെ, ഈ പോയിന്റ് ബി വരെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അതിനെ ബി എന്ന് പറയുന്നത് എലാസ്റ്റിക് ലിമിറ്റ് ആണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ എലാസ്റ്റിസിറ്റി നോക്കിയായിരുന്നല്ലോ. എലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ബോഡി ഒരു ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്ത് അതിനൊരു ഡീഫോർമേഷൻ സംഭവിച്ചാലും തിരിച്ച് പഴയ ആ ഒരു ഷേപ്പിലേക്ക് എത്താനുള്ള ഒരു മെറ്റീരിയലിന്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എലാസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ റബ്ബർ ബാൻഡ് എടുത്തിട്ട് കാണിച്ചു തരണം. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാലും ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തി കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവം, അത് തിരിച്ച് അതിന്റെ പഴയ ഷേപ്പിലേക്ക് തന്നെ എത്തും. അപ്പൊ ഇങ്ങനെ അതിന്റെ പഴയ ഷേപ്പിലേക്ക് എത്താനുള്ള ഒരു ബോഡിയുടെ കഴിവിനെയാണ് നമ്മൾ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ പോയിന്റ് ബി വരെ എത്തിയാലും, ഈ പോയിന്റ് ബി വരെ നമ്മൾ ലോഡിങ് കൊടുത്താലും ആ ഒരു സമയത്ത് ഈ പോയിന്റ് ബിയിലെ ലോഡിന് കണക്കാക്കി നമ്മൾ റിലീസ് ചെയ്താലും ഈ ഒരു ബോഡിക്ക് പഴയ ഈ പറയുന്ന ആ ഒരു ഷേപ്പിലേക്ക് തന്നെ എത്താനുള്ള ഒരു കഴിവുണ്ട്. ആ ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, അതിൽ കൂടുതൽ നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് വലിച്ചാലുള്ള ഒരു അവസ്ഥ എന്താ സംഭവിക്കുക? അതിനകത്ത് ഒരു പെർമനന്റ് ആയിട്ടൊരു ഡിഫോർമേഷൻ വരുവാണ്. അതായത് നമ്മളൊരു പ്ലാസ്റ്റിക്കിന്റെ കവറൊക്കെ എടുത്ത് വലിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അത് വലിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ലോഡ് റിലീസ് ചെയ്താൽ പഴയ ഒരു ഷേപ്പിലേക്ക് എത്തുന്നുണ്ടോ? ഇല്ല, അവിടെ ഒരു പെർമനന്റ് ഡിഫോർമേഷൻ ആണ് വന്നത്. അതായത് ഒരു ലിമിറ്റിന് ശേഷം നമ്മളൊരു ലോഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു പെർമനന്റ് ഡിഫോർമേഷൻ വരുന്നുണ്ട്. ആ ഒരു പെർമനന്റ് ഡിഫോർമേഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവരും പറഞ്ഞേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിപ്പം 2 പോയിന്റ് ആണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. പ്രപ്പോർഷൻ ലിമിറ്റ് എന്താന്ന് ഓർത്തോളാം, എലാസ്റ്റിക് ലിമിറ്റ് എന്താന്ന് ഓർത്തോളാം. ഇനി പോയിന്റ് ബി കഴിഞ്ഞ് നമ്മളത് നോക്കുമ്പോഴത്തേക്കും ഒരു അപ്പർ ലിമിറ്റ് കാണാനുണ്ടാവും. ഞാൻ ആ ഫിഗർ ഒന്ന് വായിക്കുന്നുണ്ട്. ഇപ്പം എയും ബിയും ഒന്ന് ഓർത്തോളാം. അതിനുശേഷം ഇതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഈ ഒരു കർവ് ഇങ്ങനെ വന്നല്ല ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടം വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. സ്ട്രെയിറ്റ് ലൈൻ കഴിഞ്ഞ് ചെറിയൊരു കർവ് പോലെ വന്നു. ഇതിന്റെ ഏറ്റവും ടോപ്പിലെ പോർഷനാണ് നമ്മൾ പോയിന്റ് സി, അല്ലെങ്കിൽ നമ്മൾ അതിനകത്തെ അപ്പർ ഈൽഡ് പോയിന്റ് എന്ന് പറയും. ഇവിടെ ഈ കാണുന്ന ഈൽഡ് പോയിന്റ് തന്നെ രണ്ടാമത്തത് അപ്പർ ഈൽഡ് പോയിന്റ്. അതായത് ഇതിനകത്ത് ഏറ്റവും ടോപ്പിലെ ആ ഒരു പോർഷനാണ് നമ്മൾ അപ്പർ ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം ഈ കർവ് ചെറുതായിട്ട് ഇങ്ങനെ താഴേക്ക് ബെൻഡ് ചെയ്ത് ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് പോകും. ഈ കാണുന്ന ഈ ഒരു പോയിന്റിനാണ് നമ്മൾ ലോവർ ഈൽഡ് പോയിന്റ് ഡി എന്ന് പറയുന്നത്. ഞാൻ അതിനെ ഗ്രാഫിൽ ഓരോ പോയിന്റ് ആയിട്ട് രേഖപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. ഏറ്റവും ആദ്യം കണ്ടത് നമ്മൾ പ്രപ്പോർഷൻ ലിമിറ്റ് എ എന്ന് രേഖപ്പെടുത്തി. പിന്നെ അതിനുശേഷം ഒരു ചെറിയ കർവ് പോലെയാണ് പോയത്, അതിനെ ഞാൻ ബി എലാസ്റ്റിക് ലിമിറ്റ്. അതിനുശേഷം കുറച്ചും കൂടെ മേലെയായിട്ട് ഒരു പോർഷൻ കാണാനുണ്ട്. ഇതിനുശേഷം ഈ വരുന്ന പോയിന്റിലാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു പെർമനന്റ് ഡിഫോർമേഷൻ വരുന്നത് അല്ലെ. അപ്പം അതിനകത്ത് തന്നെ ആദ്യത്തെ പോയിന്റ് ആണ് അപ്പർ ഈൽഡ് പോയിന്റ്. അതിനുശേഷം ഒരു ചെറിയൊരു ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. അതായത് നമ്മൾ ലോഡിങ് കൊടുത്താലും ആ ഒരു ഡിഫോർമേഷൻ കുറയുന്നുണ്ട്. ആ ഒരു പോയിന്റിലേക്ക് എത്തുന്ന ആ ഒരു സ്ഥലത്തിനാണ് നമ്മൾ ലോവർ ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അപ്പർ ഈൽഡ് പോയിന്റ് എന്താണ്, ലോവർ ഈൽഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അപ്പർ ഈൽഡ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും മെറ്റീരിയൽ സ്റ്റാർട്ട്സ് ഈൽഡിങ്. ഓക്കെ, ഇനി അടുത്ത ലോവർ ഈൽഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഒരു ഡക്റ്റൈൽ നേച്ചർ കാണിക്കാൻ തുടങ്ങും. ഡക്റ്റൈൽ നേച്ചർ എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മൾ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, ഡക്റ്റിലിറ്റി ഓർമ്മയുണ്ടോ? പറഞ്ഞോ. അതായത് നമ്മൾ വലിച്ചു കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഡയമീറ്റർ ഒക്കെ കുറഞ്ഞ് അതിനെ ഒരു തിൻ വയർ പോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ലോവർ ഈൽഡ് പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ബോഡി വലിഞ്ഞിട്ട് അതിന്റെ ആ ഒരു തിക്നെസ് ഒക്കെ കുറഞ്ഞ് ഒരു തിൻ വയർ പോലെ അത് ഇങ്ങനെ വലിയാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോവർ ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തോളൂ, പ്രപ്പോർഷൻ ലിമിറ്റ് പറഞ്ഞു, എലാസ്റ്റിക് ലിമിറ്റ് പറഞ്ഞു, അപ്പർ ഈൽഡ് പോയിന്റ്, ലോവർ ഈൽഡ് പോയിന്റ്. അപ്പർ ഈൽഡ് പോയിന്റ് എന്താ സംഭവിക്കുന്നത്? മെറ്റീരിയൽ സ്റ്റാർട്ട്സ് ഈൽഡിങ്. ഈൽഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പെർമനന്റ് ആയിട്ടുള്ള ആ ഒരു മാറ്റം, അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഡിഫോർമേഷൻ വരുവാണ്. എലാസ്റ്റിറ്റി നഷ്ടപ്പെട്ട് ആ ബോഡിക്ക് ഒരു പെർമനന്റ് ആയിട്ട് ഒരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ അപ്പർ ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ലോവർ ഈൽഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡക്റ്റൈൽ നേച്ചർ കാണിക്കാൻ തുടങ്ങി. ജസ്റ്റ് അതൊരു തിൻ വയർ പോലെ അതിനെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പോയിന്റിനാണ് നമ്മൾ ലോവർ ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതിനുശേഷം ഒരു ചെറിയ പോർഷൻ നമ്മളിങ്ങനെ ഒരു സ്ട്രെയിറ്റ് പോലെ വരുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് കാണാം ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് ഈൽഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ DE എന്ന് കാണിച്ചു എന്ന് വിചാരിക്കുക. ഈ DE എന്ന് പറയുന്ന ആ ഒരു സ്ട്രെയിറ്റ് പോർഷനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് ഈൽഡിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഒരു ഭാഗത്ത് നമ്മൾ ലോഡൊന്നും കൊടുത്തില്ലെങ്കിലും ഒരു ചെറുതായിട്ട് അതിനൊരു ഡിഫോർമേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ആയിട്ട് അതിന് ചെറിയൊരു ഡിഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റാണ് നമ്മൾ പ്ലാസ്റ്റിക് ഈൽഡിങ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് കാണാം ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് പിന്നെയും എന്താ സംഭവിക്കുന്നത്? ഒരു സ്ട്രെയിൻ കൂടിക്കൊണ്ടിരിക്കുക, അതായത് ഡിഫോർമേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പക്ഷെ നേരത്തെ കണ്ട പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇവിടെ ഒരു പാരാബോളിക് ആയിട്ടുള്ളൊരു വേരിയേഷൻ ആണ് കാണുന്നത് അല്ലെ. അപ്പം ഈ ഒരു പാരാബോളിക് ആയിട്ടുള്ള, അതായത് ഈ മുതൽ ഈ കാണുന്ന ഒരു അൾട്ടിമേറ്റ് ലോഡ് വരെ കാണുന്ന ആ ഒരു ഭാഗമില്ലേ, ഇതിനെ ഞാൻ F എന്ന് ഡിനോട്ട് ചെയ്യുന്നു വിചാരിക്കാം. ഈ F എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നമ്മൾ ലോഡ് കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് പാരാബോളിക് ആയിട്ടുള്ള എന്താണ് ഒരു
ലോഡ് ഒരു വേരിയേഷൻ ആണ് അവിടെ കാണുന്നത്. അതിനാണ് നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനെയാണ് EF എന്ന് പറയുന്ന പോർഷനെയാണ് നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ. നമ്മൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഒരു പോർഷനിൽ നമ്മൾ ചെറിയൊരു ലോഡ് കൊടുത്താലും വലിയതായിട്ടൊരു ഡിഫോർമേഷൻ വരുന്നുണ്ട്. ഓക്കെ, അതായത് ആ ഒരു മെറ്റീരിയലിന്റെ കഴിവൊക്കെ ഒന്ന് കുറഞ്ഞ് അതിന് വല്ലാണ്ട് ഡിഫോം ആയി പോകണം. ചെറിയൊരു ലോഡിങ്ങിനും ഒരു പാരാബോളിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അതിന്റെ ഇരട്ടി ആയിട്ടുള്ള ഒരു ഡിഫോർമേഷൻ വരുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ് നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും അവസാനം നമ്മൾ ഈ ഒരു കർവിന്റെ ഏറ്റവും ടോപ്പിലെ പോർഷൻ അല്ലെ, ഈ പോയിന്റ് എഫിന്റെ പ്രത്യേകത എന്തായിരിക്കും? പോയിന്റ് എഫിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രെസ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് അല്ലേ, അതായത് ഈ ബോഡിയിൽ കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെടുക്കാൻ പറ്റുന്ന മാക്സിമം ലോഡാണ് ഈ എഫിൽ കാണുന്നത്. മാക്സിമം സ്ട്രെസ് എന്ന് പറയാം, സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ലോഡല്ലേ. അപ്പൊ ഈ ബോഡിക്ക് എടുക്കാൻ പറ്റാവുന്ന മാക്സിമം ലോഡാണ് നമുക്ക് ഈ എഫ് എന്ന് പറയുന്ന പോയിന്റിൽ കാണുന്നത്, അല്ലെങ്കിൽ അതാണ് ആ ബോഡിക്ക് വരുന്ന മാക്സിമം സ്ട്രെസ്. അപ്പം ഈ പോയിന്റ് എഫിനെ നമ്മൾ പറയുന്നത് ഓക്കെ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്നാണ്. അൾട്ടിമേറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബോഡിയിൽ വരുന്ന ഏറ്റവും മാക്സിമം സ്ട്രെസ് വരുന്നത് ഈ പോയിന്റ് എഫിലാണ്. ഓക്കെ, അപ്പം അതിന്റെ പേര് ഓർത്തോളം പോയിന്റ് എഫ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഇതിന് ശേഷം നമ്മൾ ലോഡിങ് കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, നമ്മൾ ലോഡിങ് കൊടുത്തില്ലെങ്കിൽ തന്നെ ഈ ബോഡി അതിന്റെ ഡയമെൻഷൻ ഒക്കെ ഒന്ന് പറഞ്ഞ് പയ്യെ അത് പൊട്ടാൻ തുടങ്ങും അല്ലെ. ആ ഒരു ഭാഗത്ത് നമ്മൾ അൾട്ടിമേറ്റ് ലോഡിന് ശേഷം ലോഡ് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അതാണ് മാക്സിമം അതിനകത്ത് വരുന്ന ലോഡ്. അപ്പൊ ഈ ഒരു അൾട്ടിമേറ്റ് ലോഡ് എത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ലോഡിങ് കൊടുത്താലും ഈ ഒരു ബോഡിയുടെ ഡയമെൻഷൻ ഒക്കെ മാറി അതിന്റെ എഫക്റ്റീവ് ആയിട്ട് ലോഡ് ശരിക്കും കുറഞ്ഞു വന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ ഒരു ബോഡി പൊട്ടുന്നുണ്ട്. ഈ പോയിന്റ് ജീനെയാണ് നമ്മൾ ബ്രേക്കിംഗ് BREAKING ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓർത്തോളൂ, അൾട്ടിമേറ്റ് പോയിന്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ബോഡിക്ക് എടുക്കാൻ പറ്റാവുന്ന മാക്സിമം സ്ട്രെസ്. അതിനുശേഷം പിന്നെ എന്താ സംഭവിക്കുന്നത്? ലോഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ ഡിഫോർമേഷൻ വല്ലാണ്ട് വരും. അതായത് അതിന്റെ ഡയമെൻഷൻ പെട്ടെന്ന് വല്ലാണ്ട് അങ്ങ് മാറുകയാണ്. ഒരു പോയിന്റ് ജി എത്തി കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ആ ഒരു ബോഡി ബ്രേക്ക് ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതൊന്നും അറിയാണ്ട്. ബ്രിട്ടിൽ പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ജി എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് പോയിന്റ് ആണ് പോയിന്റ് എഫ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം ഒന്നുകൂടെ പറയണോ? മനസ്സിലായോ? ഇല്ലല്ലോ. അപ്പം ജസ്റ്റ് നോക്കുക, നമുക്ക് ഈ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ലോ ആണ് എന്ത്? ഹൂക്സ് ലോ. ഹൂക്സ് ലോ എന്ന് പറയുന്നത് നമ്മളൊരു മെറ്റീരിയലിൽ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ദ എലാസ്റ്റിക് ലിമിറ്റ് ബോഡിയിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. നമ്മൾ എന്ത് എഴുതാൻ പറ്റും? സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാനായിട്ട് ഞാൻ അതിനകത്ത് ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രോഡ്യൂസ് ചെയ്തു. അതിനാണ് നമ്മൾ കെ എന്ന് ഡിനോട്ട് ചെയ്തത്. സ്ട്രെസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു സ്ട്രെയിൻ എന്നാക്കി. അപ്പൊ നമുക്ക് ഈ കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ, ഈ ഒരു കോൺസ്റ്റന്റിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഇനി നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ നമ്മൾ ഇതിനെ യങ്സ് മോഡുലസ് എന്നും കൂടെ പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ 3 തരത്തിലുള്ള സ്ട്രെസ്, സ്ട്രെയിന് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം ഇതിനകത്ത് ഒരു ബോഡിയിൽ ലീനിയർ ആയിട്ട് ഒരു ലോഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക്, അതായത് അതിനെ ഒന്ന് വലിക്കാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് ചുരുക്കാനോ കൊടുക്കുന്ന ഇങ്ങനെ ലീനിയർ ആയിട്ട് ഒരു ടെൻസർ അല്ലെങ്കിൽ കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് വരുന്ന ആ ഒരു സ്ട്രെസ്സിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അതേ സമയത്ത് അതിനകത്ത് വരുന്ന സ്ട്രെയിനാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഡക്റ്റൈൽ അല്ലെങ്കിൽ ഒരു ടെൻസൈൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ്, ആക്സിയൽ ആയിട്ടൊരു ഫോഴ്സ്, അതായത് അതിന്റെ കറക്റ്റ് ആക്സിസിൽ കൂടെ തന്നെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാരണം അതിനകത്തേക്ക് വരുന്ന ഒരു സ്ട്രെസ്സും സ്ട്രെയിനും അല്ലെ, ഈ രീതിയിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുമ്പോൾ, അതായത് ഒരു ലീനിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കാരണം വരുന്ന ആ ഒരു സ്ട്രെസ്സിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ആക്സിയൽ ആയിട്ട് അതിനകത്ത് ഒരു ലോഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വരുന്ന ആ ഒരു ഡിഫോർമേഷൻ നമ്മൾ, അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ഡിഫോർമേഷൻ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്നും പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ രണ്ട്, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഇ ഈസ് ഈക്വൽ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ,
മോഡുലസ് ഒന്നുകൂടെ കുറയേണ്ട കട്ടായി പോയി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഹൂക്സ് ലോ പ്രകാരം എന്താണ്? സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പൊ നമ്മൾ എന്ത് എഴുതി? ആ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതി. സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പൊ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനെ മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഒരു കെയിന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു നമ്പർ ആയിരിക്കും അത്. സ്ട്രെസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു സ്ട്രെയിൻ എന്ന് എഴുതി. ഇതിന് ശേഷം നമ്മൾ എന്ത് എഴുതി? കെ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റന്റിനാണ് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് അനുഭവപ്പെടുന്ന സ്ട്രെസ്സും സ്ട്രെയിനും അനുസരിച്ച് നമുക്ക് 3 തരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ടോ. അതായത് ഒന്നാമതെന്ന് പറയുന്നത് അതിനകത്ത് ആക്ട് ചെയ്യുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, അല്ലെങ്കിൽ ആ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കാരണം അതിനകത്ത് ഒരു ഡിഫോർമേഷൻ കാരണം വരുന്ന ആ ഒരു സ്ട്രെയിൻ ആണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പം ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, അല്ലെങ്കിൽ ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിനകത്ത് വരുന്നത് ആ ഒരു മോഡുലസിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അല്ലെങ്കിൽ നമ്മൾ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട്, ഓക്കെ അല്ലേ? അഭിഷേക് റെഡി അല്ലേ? ഇനി രണ്ടാമതായിട്ട് നമ്മൾ ആ ഒരു ബോഡിയിൽ ഒരു ഡീഫോർമേഷൻ കൊടുത്തു. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ ജസ്റ്റ് നോക്കുക, ഈ ബോഡിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ലോഡ് കൊടുത്തപ്പോഴത്തേക്കും അതിന് ചെറിയതായിട്ടൊരു ഡീഫോർമേഷൻ വന്നു. ഈ ഒരു ഷേപ്പിലേക്ക് അതിനെ മാറ്റി. അപ്പം ഇതിനകത്ത് അനുഭവപ്പെടുന്ന ആ ഒരു സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലെ? അതിന്റെ ഷേപ്പിനെ മാറ്റാൻ പാകത്തിന് ഒരു കൊടുത്ത ആ ഒരു ഫോഴ്സ്, അത് കാരണം വരുന്ന സ്ട്രെസ് ആണ് ഷിയർ സ്ട്രെസ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഷിയർ സ്ട്രെസ് സംഭവിച്ചപ്പോഴത്തേക്കും അതിനകത്ത് അനുഭവപ്പെട്ട, അല്ലെങ്കിൽ ആ ഒരു ഡീഫോർമേഷനെയാണ് നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലസ് ഓഫ് റിജിഡിറ്റി, അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറ് എൻ അല്ലെങ്കിൽ ജി, ഒരു അക്ഷരം കൂടെ ഉണ്ട്. ഓക്കെ, എൻ അല്ലെങ്കിൽ ജി എന്നാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യാറുള്ളത്. അപ്പം ഇതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? എൻ ഇസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ. അപ്പൊ നിങ്ങൾ നേരത്തെ എഴുതിയത് എഴുതണം, ഇതും എഴുതണം കേട്ടോ. റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിനെയാണ് നമ്മൾ റിജിഡിറ്റി മോഡുലസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ആദ്യത്തേൽ വന്നത് ലീനിയർ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും സ്ട്രെയിനും ആയിരുന്നു. ഇവിടെ വരുന്നത് ഷിയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെയിന് കാരണം വന്നതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഇനിയുള്ളത് എന്താണ്? ഒരു ബോഡിയിൽ, ഒരു ക്യൂബിക്കൽ ബോഡിയാണ് ഈ കാണുന്നത്. എല്ലാ ഭാഗത്തുനിന്നും നോർമലായിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു സ്ട്രെസ് ആക്ട് ചെയ്യുന്നു. ഇതാണ് അതിനകത്ത് വരുന്ന സ്ട്രെസ്. അപ്പം ഈ ബോഡി മൊത്തത്തിൽ എന്തോ സംഭവിക്കുന്നു? ഒരു വോളിമെട്രിക് ആയിട്ട് അതൊന്ന് ഷ്രിങ്ക് ചെയ്യും. ഓക്കെ, വോളിമെട്രിക് ആയിട്ട് അത് ഷ്രിങ്ക് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ഭാഗത്തു നിന്നും ഇതിനെ പുറത്തേക്ക് വലിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ബോഡിക്ക് വോളിമെട്രിക് ആയിട്ട് ഒരു എക്സ്പാൻഷൻ വരുന്നു. അപ്പം ഇത് കാരണം ഉണ്ടാവുന്ന സ്ട്രെയിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞത്. അപ്പം ഇതിന്റെ ഓരോ ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ആണ് ഈ എഴുതിയേക്കുന്ന സിഗ്മ, അല്ലെങ്കിൽ അതൊരു നോർമൽ സ്ട്രെസ് എന്ന് പറയാം. ഓക്കെ, നോർമലായിട്ട് ആ ഒരു പ്ലെയിനിന് നോർമലായിട്ട് അതിനകത്തേക്ക് ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ആയതുകൊണ്ടാണ് നോർമൽ സ്ട്രെസ് എന്ന് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ ബൾക്ക് മോഡുലസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കെ കൊണ്ടാണ്. കെ എന്ന ആൽഫബറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ബൾക്ക് മോഡുലസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ബൾക്ക് മോഡുലസ് വിൽ ബി ഈക്വൽ ടു നോർമൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോട്ടിൽ ഇത്രയും കാര്യങ്ങൾ വേണം. എന്താണ് ഹൂക്സ് ലോ? ഒരു ബോഡിയിൽ ഒരു സ്ട്രെസ് ആക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനൊരു ഡിഫോർമേഷൻ വരുന്നുണ്ട്. അപ്പം അതിനകത്ത് ആക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ആ ഒരു സ്ട്രെസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ട്രെയിൻ. അതാണ് ഹൂക്സ് ലോ പറയുന്നത്. വിത്തിൻ ദ എലാസ്റ്റിക് ലിമിറ്റ് ദി സ്ട്രെസ് ആക്ടിങ് ഓൺ എ ബോഡി വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി. ഓക്കെ, നെറ്റിന്റെ പ്രശ്നമായിരിക്കും. എല്ലാവർക്കും ഓഡിയോ കട്ടാവുന്നുണ്ടോ? എല്ലാവർക്കും ഓഡിയോ കട്ടാവുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ സാർ, ഇടയ്ക്ക്. ഓക്കെ, ജസ്റ്റ് ഹൂക്സ് ലോ എന്താണെന്ന് എഴുതണം.
within the elastic limit stress is directly proportional to strain. രണ്ടാമതായിട്ട് നമ്മൾ ഈ സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ അതിനൊരു കെ കൊണ്ട് ഡിനോട്ട് ചെയ്തു. ആ ഒരു പ്രൊപ്പോർഷനാലിറ്റി മാറ്റാനായിട്ട് ഞാനൊരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനാണ് നമ്മൾ കെ എന്ന് പറഞ്ഞത്. ദാറ്റ് വിൽ ബി, അതായത് അതിനകത്ത് ആക്ട് ചെയ്യുന്ന ലീനിയറും സ്ട്രെസ്സും ലീനിയർ സ്ട്രെയിനും ആണെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡ് എലാസ്റ്റിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ്. പിന്നെ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ. വോളിമെട്രിക് ബൾക്ക് മോഡുലസ് അല്ലെങ്കിൽ നമ്മൾ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ദി നോർമൽ സ്ട്രെസ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ. ഓക്കെ, റെഡി അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം. നമുക്ക് ഇതൊക്കെ വെച്ച് പ്രോബ്ലം ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. കണ്ടിന്യൂ ചെയ്യാം. നോട്ടിൽ എഴുതിയേക്കണേ. ഓക്കെ, നെക്സ്റ്റ് വൺ. നമ്മളിപ്പം ഒരു ബോഡിയിൽ ഈ ഒരു ഇക്വേഷൻ കൂടെ ഡിറൈവ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. 5 മിനിറ്റ്. ഓക്കെ, നമ്മൾ ഇതിനകത്തേക്ക് ഒരു ലോഡ് പി ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. പി. ഓക്കെ, അപ്പം ഈ ഒരു ലോഡിങ് കൊടുത്തത് കാരണം ഈ ബോഡിക്ക് ഒരു ചെറിയൊരു ഡിഫോർമേഷൻ വന്നു എന്ന് വിചാരിക്കാം. ഈ ലോഡിങ് കൊടുത്തത് കൊണ്ട് ഈ ബോഡി ചെറുതായിട്ടൊരു ഡിഫോർമേഷൻ വന്നു. അപ്പോൾ ഇതിന്റെ ഇനീഷ്യൽ ലെങ്ത് എല്, ഒരു വന്ന ആ ഒരു ഡിഫോർമേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ. ഓക്കെ, ഈ ബോഡിയിലെ ക്രോസ് സെക്ഷൻ ഏരിയ, അതായത് ഇതൊരു 3 ഡയമെൻഷണൽ ഫിഗർ ആണെങ്കിൽ ഈ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ബോഡി ഇരിക്കുന്നത്. നമ്മൾ ഇങ്ങനെയാണ് ലോഡ് കൊടുത്തത്. അപ്പോൾ അതിനൊരു ചെറിയൊരു ഡിഫോർമേഷൻ വന്നു 2 ഭാഗത്തേക്ക്. ഇവിടെ വരുന്ന ഈ ഒരു ഏരിയനാണ് നമ്മൾ ക്രോസ് സെക്ഷൻ ഏരിയ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ. ഈ ബോഡിയുടെ മോഡുലസ് വിലാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ മിക്ക കേസിലും നമുക്ക് ബോഡിയുടെ മോഡുലസ് വിലാസിറ്റി നമുക്ക് തരും. ഇത്രയാണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് തരും. നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടി വരും, അപ്പം ബാക്കി എല്ലാ വാല്യൂസും തരും. ഈ ബോഡിയുടെ മോഡുലസ് വിലാസിറ്റി നമ്മൾ ഇ എന്ന് ഡിനോട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡെൽറ്റ എൽ എത്രയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് എന്നാണ് നമ്മളിപ്പോൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ, അപ്പം ഇതിനകത്ത് വരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് എഴുതും? സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ലോഡ് അത് ആക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ അല്ലെ, പി ബൈ എ ഡിവൈഡ് ബൈ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇനീഷ്യൽ ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് എല്, എത്രമാത്രമാണ് അതിന് മാറ്റം വന്ന ഡിഫോർമേഷൻ വന്നത്? ഡെൽറ്റ എൽ. അപ്പം ഡെൽറ്റ എൽ ബൈ എല്ലിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പി ബൈ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ അല്ലേ. അപ്പം ഈ 2 ഫ്രാക്ഷൻ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തതിന്റെ റെസിപ്രോക്കലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. പി ബൈ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റു എൽ ബൈ എൽ ഡെൽറ്റ എൽ എന്ന് എഴുതിയാൽ മതി. ഇൻറ്റു എൽ ബൈ ഡെൽറ്റ എൽ. ഇതിന്റെ തിരിച്ചു വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഡെൽറ്റ എൽ അല്ലേ. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ഇങ്ങനെ മാറും. പി എൽ ബൈ എ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഇ. അപ്പൊ നമ്മളൊരു ഡെൽറ്റ എൽ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെൽറ്റ എല്ലിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പം ഡെൽറ്റ എൽ വിൽ ബി ഈക്വൽ ടു പി എൽ ഡിവൈഡഡ് ബൈ എ ഇ. ചെറിയൊരു ഡെറിവേഷൻ. പക്ഷെ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇഷ്ടംപോലെ പ്രോബ്ലം വരും. അപ്പം നമ്മൾ ആ ഒരു ഇക്വേഷൻ നല്ല വൃത്തിയായിട്ട് പഠിച്ചാൽ മാത്രമേ ആ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓർത്തോളൂ, ഒരു ഡിഫോർമേഷൻ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ലോഡ് തന്നിട്ടുണ്ട്, ആ ഒരു മെറ്റീരിയലിന്റെ ലെങ്ത് തന്നിട്ടുണ്ടാവും, ആ ഒരു മെറ്റീരിയലിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ തന്നിട്ടുണ്ട്, ആ മെറ്റീരിയലിന്റെ മോഡുലസ് വിലാസിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ലോഡ് കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എത്ര മാത്രമാണ് ഡിഫോർമേഷൻ വരുന്നത് എന്ന് പറഞ്ഞൊരു ചോദ്യം വന്ന ഓർത്തോടെ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് അതിനകത്ത് ഉപയോഗിക്കേണ്ടത്. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു പി എൽ ഡിവൈഡ് ബൈ എ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലവും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത ദിവസം ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത്രയും കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നോക്കുക, ഇതിന്റെ കൂടെ തന്നെ ഇന്നത്തെ ക്ലാസ് കൂടെ നോക്കുക. നമുക്ക് ഇത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലം കൂടിയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ ഒന്ന് പഠിച്ചാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ 3 തരത്തിലുള്ള ആ ഒരു കർവ്, അത് നിങ്ങൾക്ക് ഒരു 6-7 മാർക്കിന് ചോദിക്കാറുണ്ട്. ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു 6 മാർക്കോ 7 മാർക്കായിട്ടോ എന്തായാലും ഒരു 3 കൊല്ലത്തിൽ 2 കൊല്ലെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ആദ്യം പറഞ്ഞ സാധനം. അതിനുശേഷം നമുക്ക് ഒരു എലോങ്ങേഷന്റെ ഒരു പ്രോബ്ലം കൂടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്.
പിന്നെ ഒരു 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ഹൂക്സ് ലോ ചോദിക്കാം. എന്താണ് മോഡുലസ് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ എന്താണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി മോഡുലസ് എന്നൊക്കെ നമുക്ക് 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. അപ്പം ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാവും. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം 6 മണി വരെ സമയമുണ്ട്, നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ.